നിനക്ക് വേണ്ടി അമ്മ ഒരു ബ്യൂട്ടിഫുൾ ഗേളിനെ കണ്ടെത്തി തരും. ചതിക്കില്ല അമ്മ. എനിക്ക് വേണ്ടി ഒരു പെണ്ണിനെയും തൽക്കാലം ആലോചിക്കാൻ നിൽക്കണ്ട. അങ്ങനെ ഒരു ലൈഫൊന്നും ഇപ്പൊ എന്റെ ചിന്തയിലില്ല. പുതിയ പ്രോഗ്രാമിന്റെ തയ്യാറെടുപ്പുകളിലാണ് ഞാൻ. ഐ നോ മൈ സൺ, നിന്റെ പുതിയ ഷോ വലിയ പറ്റിക്കൽസ് ആന്ന് ഈ മദറിന് മനസ്സിലായിട്ടുണ്ട്. ഞാൻ എന്തിനു പറ്റിക്കണമ്മേ? ഒരു ഷോയുമായി ഇന്ത്യ മുഴുവൻ ട്രാവൽ ചെയ്യാൻ പോകുന്നു പറഞ്ഞതിന്റെ മീനിങ് എന്താ? നിന്റെ ചേട്ടനെ നീ പറ്റിച്ചു, ബാക്കി എല്ലാവരും നീ പറ്റിച്ചു. പക്ഷേ ഈ മദറിനെ പറ്റിക്കാൻ നിനക്ക് പറ്റില്ല മൈസൻ. അമ്മ എന്തൊക്കെയാ പറയുന്നത്? ഇനി ഇവിടെ നിന്ന് ഞങ്ങള് നിന്നോടെ മാരേജ് കഴിക്കാനേ നിർബന്ധിക്കുന്നു വിചാരിച്ചിട്ടല്ലേ? അതുകൊണ്ട് ഷോയൊക്കെ ഉണ്ടാക്കി നീ ഈ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നു, അതല്ലേ ട്രൂത്ത്? എടാ മോനെ, 9 മാസവും 9 ദിവസവും ഈ വയറ്റിലിട്ടേ വളർത്തിയ മദറായി ഞാൻ. ഈ മദറിനോട് കള്ളം പറയരുത് മൈസൻ. മോനെ, നിനക്കൊരു കുടുംബം ഉണ്ടായി കാണാൻ ഈ അമ്മയ്ക്ക് അതിയായ ആഗ്രഹമുണ്ടടാ. നീ ഒരു മാരേജ് കഴിച്ചേ പറ്റൂ. ഞാൻ ഇന്ന് തന്നെ മാട്രിമോണിയിലെ ഒരു പരസ്യം കൊടുക്കാൻ പോവാ. 3 മാസത്തിനുള്ളിൽ നിന്നെ ഞാനൊരു ഹസ്ബൻഡ് ആക്കും. വേണ്ടമ്മേ, അമ്മ എനിക്ക് വേണ്ടി ഇപ്പൊ കല്യാണം ഒന്നും ആലോചിക്കണ്ട. അമ്മ എന്നെ നിർബന്ധിക്കരുത്. നിർബന്ധിച്ച പിന്നെ ഞാൻ ഇവിടേക്ക് മടങ്ങി വരികയില്ല. എന്റെ ലൈഫില് ഇനിയൊരു വിവാഹം ഉണ്ടാവില്ലമ്മേ. മൈ ലിറ്റിൽ കണ്ണ, നീ പിന്നെ എന്നെ ചതിക്കുവാണോ? പുറത്ത് കല്യാണം കഴിച്ചിട്ട് ഓരോ കുതിരയും കിടക്കുന്ന പോലെ കിടക്കുക. ഇപ്പൊ ഇവനും മാരേജ് വേണ്ടാന്ന് പറഞ്ഞ ഈ ഫാമിലി ഇതോടെ ക്ലോസ് ആയിപ്പോ. ചതിക്കല്ലേ കണ്ണ. കൃഷ്ണ, ഗുരുവായൂരപ്പ. അമല ഈ തീരുമാനം എടുത്തത് തമ്പി അറിഞ്ഞില്ലേ? അറിയില്ല മാഡം. എനിക്കറിയാം. അവളുടെ കൂടെ ചേർന്ന് തമ്പിയും എന്നെ ചതിക്കുക. തമ്പിയുടെ ഉപദേശം ഇല്ലാതെ അമല ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല. മാഡം, തമ്പിക്ക് കാര്യങ്ങൾ അറിയാമായിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതെങ്ങനെ സഹദേവന് മനസ്സിലായി? കഴിഞ്ഞ ദിവസം ആ ചെന്നൈയിൽ നിന്നുള്ള പ്രൊഡക്ഷൻ കമ്പനി പുതിയ പടത്തിന്റെ അഡ്വാൻസ് കൊടുക്കാൻ വരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ അക്കാര്യം പറയാൻ തമ്പിയെ വിളിച്ചിരുന്നു. എന്നിട്ട് അമരമോൾക്ക് ആ കഥയിലെന്തോ തൃപ്തിയില്ലായ്മ ഉണ്ടെന്നും ഞാൻ പറഞ്ഞിട്ട് അഡ്വാൻസ് വാങ്ങിയാൽ മതിയെന്നും മോള് പറഞ്ഞെന്ന് തമ്പി എന്നോട് പറഞ്ഞു. ചതിയൻ എന്റെ കൂടെ നിന്ന് എന്നെ ചതിച്ചു. മോള് പറഞ്ഞിട്ടാണ് തമ്പി അങ്ങനെ ചെയ്തത്. എനിക്കറിയായിരുന്നു അവളുടെ ഭാഗത്ത് നിന്ന് ഇതുപോലെ എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടാവുമെന്ന്. ആ ശിവയുടെ ചാനൽ കാണാൻ ഇടയാവരുതെന്ന് നമ്മൾ അയാളോട് പ്രത്യേകം പറഞ്ഞ് ഏർപ്പാടാക്കിയതല്ലേ? അതെ മാഡം. പക്ഷേ അതിന് തമ്പിക്ക് എന്ത് ചെയ്യാൻ കഴിയും? കഴിയണം. ഒരു നടിയെ വ്യക്തിപരമായി ഉപദേശിക്കാൻ കഴിവുള്ളവനായിരിക്കണം അവളുടെ മാനേജർ. മാഡത്തിനറിയാലോ, തമ്പിയോട് അമരമോൾക്ക് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. അതുകൊണ്ട് മാഡം, മോള് പറയുന്നത് തമ്പി കേൾക്കൂ. പിന്നെ മോളിപ്പോ എന്നെ വിളിച്ചതേ ഉള്ളൂ. എന്നിട്ട് അവൾ ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല. പേടിച്ചിട്ടായിരിക്കും. പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കി പറയുന്നവളാ അമല. എന്നിട്ട് ഇതുവരെ അവക്ക് എന്നെ വിളിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അതിനർത്ഥം പേടി നല്ല സഹദേവ. വളരെ കൃത്യമായ പ്ലാനിങ് എന്നാ. വിളിച്ചിട്ട് സഹദേവനോട് എന്താ പറഞ്ഞത്? അത് ഇപ്പോൾ ചെയ്യുന്ന 2 സിനിമകൾ കഴിഞ്ഞാൽ
പുതിയ സിനിമകളൊന്നും കമ്മിറ്റ് ചെയ്യേണ്ടെന്ന തീരുമാനം. അത് മാഡത്തിനോട് പറയാൻ പറഞ്ഞു. അപ്പോ അഡ്വാൻസ് വാങ്ങിച്ച മറ്റു സിനിമകളോ? അത് തിരിച്ചു കൊടുക്കാൻ അമ്മയോട് പറയണമെന്ന് പറഞ്ഞു. നോ, അത് നടക്കില്ല. തോന്നുന്നത് പോലെ തീരുമാനിക്കാൻ ഇത് കുട്ടിക്കളിയല്ല, നമ്മളോട് പറഞ്ഞേക്കണം. സഹദേവ, വിഘ്നേശ്വരനെ ഒന്ന് വിളിക്ക്. സാറ് പാർലമെന്റിനകത്തായിരിക്കും മാഡം. ഇനിയിപ്പോ ബ്രേക്ക് ടൈമിലെ വിളിക്കാൻ പറ്റൂ. മാഡം നേരിട്ട് പോയി വിഘ്നേശ്വർ സാറിനെ കാണുന്നതാണ് നല്ലത്. എത്രയും പെട്ടെന്ന് അമലമോളുടെ കല്യാണം നടത്തണം, അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. എന്റെ ജീവിതം മുഴുവൻ ഞാൻ ഹോമിച്ചത് അവക്ക് വേണ്ടിയാ. അവക്ക് നേടാനുള്ള ലോകങ്ങളൊക്കെ ഞാൻ നേരത്തെ എന്നെ തിട്ടപ്പെടുത്തി കൊടുത്തതാ. എന്നിട്ടും പാതി വഴിയിൽ അവൾ അത് ഉപേക്ഷിച്ച എനിക്ക് കടുത്ത തീരുമാനം തന്നെ എടുക്കേണ്ടി വരും. മാഡം തമ്പി വിളിച്ചപ്പോ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. DKയുടെ അനിയന്റെ കാര്യം മാഡം പറഞ്ഞു ശരിയാ. മോള് ആ വീഡിയോ കണ്ടിരുന്നു. എന്നിട്ട് പകുതിക്ക് വെച്ച് ഷൂട്ടിംഗ് മതിയാക്കി ഹോട്ടലിലേക്ക് പോയി. എന്നിട്ട് തമ്പിയോട് ശിവയെക്കുറിച്ച് അന്വേഷിച്ചു. സഹദേവൻ, വൈകിട്ടത്തെ ഫ്ലൈറ്റിന് തന്നെ ബാംഗ്ലൂർക്ക് പോകണം. അവളെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. മാഡം കൂടി വരുന്നതല്ലേ നല്ലത്. അത് വേണ്ട. ഈ അവസ്ഥയിൽ ഞങ്ങൾ തമ്മിൽ നേരിട്ട് സംസാരിച്ച അത് വലിയ വഴക്കിലേ എത്തും. സഹദേവൻ സംസാരിച്ചാൽ മതി. ശരി മാഡം. ഒന്നുകിൽ സിനിമ, അല്ലെങ്കിൽ വിഘ്നേശ്വറുമായിട്ടുള്ള കല്യാണം. രണ്ടിലൊന്ന് സമ്മതിപ്പിച്ചിട്ടേ മടങ്ങി വരാവൂ. ഞാൻ ഏറ്റു മാഡം. എന്നാ പിന്നെ പോയി ടിക്കറ്റിനുള്ള ഏർപ്പാടി. ശരി മാഡം. സഹദേവ. എന്തേ മാഡം? ഒരു കാര്യം അവളോട് പ്രത്യേകം പറഞ്ഞിട്ടേ വരാവൂ. ഒരിക്കൽ പറ്റിയ കയ്യബദ്ധം ഇനി ആവർത്തിക്കില്ലെന്ന്. അധികം കളിച്ച